അങ്ങനെ നമ്മുടെ ശ്രുതിയുടെ വേരുകൾ ചികഞ്ഞ് ഒരാൾ ശ്രുതിയുടെ നാട്ടിലേക്ക് പോയിരിക്കുകയാണ്. ആരായിരിക്കും പോയിരിക്കുന്നത്, എന്തിനു വേണ്ടിയിട്ടായിരിക്കും പോയിരിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങളിൽ ഓരോരുത്തരും ആകെ ടെൻഷൻ അടിച്ച് പണ്ടാറടങ്ങി നിൽക്കുകയാണെന്നൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. പക്ഷേ അതിലേക്കൊക്കെ പോകുന്നതിന് മുമ്പായിട്ട് പെട്ടെന്ന് ഞാൻ നിങ്ങളെ ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഇങ്ങനെ ഇരിപ്പുണ്ടെങ്കിൽ, നേരെ ചെന്ന് ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. എന്നിട്ട് ആ ബെൽ ബട്ടണിൽ കൂടി ഒന്ന് ഞെക്കി കൊടുക്കുക. അപ്പോഴായിരിക്കും ഞാനിടുന്ന വീഡിയോകൾ അപ്പോഴായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് എത്തുക. അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ നമ്മുടെ രേവതിയുടെ രേവതിയുടെ താലി മാറ്റിക്കെട്ടൽ ചടങ്ങുകളൊക്കെ ഇങ്ങനെ നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എല്ലാവരും വന്നു അനുഗ്രഹിച്ചു. അതിനുശേഷം നമ്മുടെ ശ്രുതി വന്നിട്ട് ശ്രുതിയുടെ അമ്മയോട് നന്നായിട്ട് വഴക്കൊക്കെ കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് ഇവിടെ നിന്ന് പോകണം എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ അതിൻ്റെ പ്രകാരം നമ്മുടെ ശ്രുതിയുടെ അമ്മ താഴേക്ക് വന്നിരിക്കുകയാണ്. വന്നിട്ട് നമ്മുടെ രേവതിയോടും എല്ലാവരോടും യാത്രയൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്ന നേരത്താണ് നമ്മുടെ ആദിക്കുട്ടൻ ഉറക്കം എഴുന്നേറ്റിട്ട് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ അമ്മൂമ്മയെ കാണുന്നില്ല. അങ്ങനെ പുള്ളിക്കാരൻ താഴേക്ക് പോരുകയാണ്. നോക്കുമ്പോൾ നമ്മുടെ ശ്രുതിയെ കാണുകയാണ്. ശ്രുതിയെ കണ്ട ഉടനെ ആദിക്കുട്ടൻ ആൻറ്റി എന്ന് വിളിച്ചിട്ട് അടുത്തേക്ക് ഓടിക്കൊണ്ട് ചെല്ലുകയാണ്. ഇത് കണ്ടിട്ട് എല്ലാവരും ഇങ്ങനെ നോക്കുകയാണ്. എന്താ ഈ ആൻറ്റി എന്നൊക്കെ വിളിച്ചിരിക്കുന്നത്, ഈ പുള്ളിക്ക് പരിചയമുണ്ടോ ഇവളെ എന്നൊക്കെ അറിയാൻ പറ്റാത്തതുകൊണ്ട് ചന്ദ്രമതിയൊക്കെ അന്തമിട്ട് ഇങ്ങനെ തന്നെ നോക്കുകയാണ്. കാര്യം ചന്ദ്രമതി വിചാരിച്ചു വെച്ചിരിക്കുന്നത് നമ്മുടെ ശ്രുതി എന്തോ വലിയ പുള്ളിയാണ്, പുള്ളിക്കാരത്തി ഭയങ്കര കോടീശ്വരിയാണ് എന്നൊക്കെയുള്ള ചിന്തയിലാണ് നമ്മുടെ ചന്ദ്രമതി ഇരിക്കുന്നത്. അങ്ങനെ ഈ ആൻറ്റി എന്ന് വിളിക്കുന്ന കേൾക്കുമ്പോൾ അന്തം വിട്ട് നിൽക്കണം നമ്മുടെ ചന്ദ്രമതി, അവിടെയുള്ള എല്ലാവരും. അപ്പോൾ അങ്ങനെ നമ്മുടെ ആദിക്കുട്ടൻ നേരെ നമ്മുടെ ശ്രുതിയുടെ അടുത്തേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. ചെന്നിട്ട് നമ്മുടെ ശ്രുതിയുടെ അടുത്തേക്ക് ചെന്നിട്ട് ശ്രുതിയുടെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് ചോദിക്കുകയാണ്, ആൻറ്റി എന്താ ആൻറ്റി എന്നെ കണ്ടിട്ട് മിണ്ടാത്തത്, ആൻറ്റി എന്താ ആൻറ്റി ഇവിടെ എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുകയാണ്. ശ്രുതിയാണെങ്കിൽ ആകെ ഡള്ളായി, എന്ത് ചെയ്യണമെന്ന് പറ്റാത്ത ആ ഒരു അവസ്ഥയിൽ നമ്മുടെ ശ്രുതി നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ ശ്രുതിയും ഇങ്ങനെ ശ്രുതിയെ തന്നെ നോക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ശ്രുതിയോട് ചോദിക്കുകയാണ്, ശ്രുതി നിനക്ക് ഈ കുട്ടിയെ അറിയാമോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. പെട്ടെന്ന് എന്നിങ്ങനെ ആദിയുടെ മുഖത്ത് നോക്കിയിട്ട് നമ്മുടെ ശ്രുതി പറയണം, ഇല്ല ശ്രുതി എനിക്കറിയില്ല, ഞാൻ ഈ കുട്ടിയെ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നിങ്ങനെ പറയുകയാണ്. അത് കേൾക്കുമ്പോൾ നമ്മുടെ ആദിക്കുട്ടന് നല്ല സങ്കടമാവുകയാണ്. ആദിക്കുട്ടൻ ആകെ ഇങ്ങനെ ഡള്ളായി ആകെ വിഷമിച്ചിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ ശ്രുതിയുടെ അമ്മ ഇടപെടുകയാണ്. അമ്മ പറയുകയാണ്, മോനെ ആദി ഇങ്ങോട്ട് വാ, എന്താ മോനെ ഇത്, അത് നിങ്ങൾക്കൊന്നും തോന്നരുത്, ഇവന് എല്ലാവരോടും ഇങ്ങനെയാണ് അവൻ പെരുമാറുന്നത്. ഏത് ചെറുപ്പക്കാരികളായ പെൺകുട്ടികളെ കണ്ടാലും ഇവൻ ആൻറ്റി എന്ന് പറഞ്ഞ് ഓടിച്ചെല്ലും. പിന്നെ ചെറുപ്പക്കാരന്മാരെയാണെങ്കിൽ അങ്കിൾ എന്ന് വിളിച്ചിട്ട് ചെല്ലും. ദേ നിൽക്കുന്ന രേവതി മോളെ കണ്ടില്ലേ, രേവതി മോളെ പോലും ആൻറ്റി എന്നല്ലേ അവൻ വിളിക്കുന്നത്, അവൻ ഇങ്ങനെയാണ് എന്നിങ്ങനെ പറയുകയാണ്. അത് കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതിക്ക് പാതി ജീവൻ കിട്ടിയ ഒരവസ്ഥയിൽ നിൽക്കുകയാണ്. അതിനുശേഷം നമ്മുടെ ശ്രുതിയുടെ അമ്മ എല്ലാവരോടും ചെന്നിട്ട് യാത്ര ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സച്ചി ചോദിക്കുകയാണ്, അത് ഇന്നൊരു ദിവസം ഇവിടെ നിന്നിട്ട്, ഇപ്പം ഇത്ര നേരമായില്ലേ, ഇന്നൊരു ദിവസം ഇവിടെ നിന്നിട്ട് നാളെ പോയാൽ പോരെ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ശ്രുതിയുടെ അമ്മ പറയാണ്, പറ്റില്ല മോനെ, എനിക്ക് ഇന്ന് തന്നെ പോകണം, അവിടെ ചെന്നിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നിങ്ങനെ പറയാണ്. അപ്പോൾ നമ്മുടെ സച്ചി പറയാണ്, അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ എന്നിങ്ങനെ പറയാണ്. അപ്പോൾ നമ്മുടെ ശ്രുതിയുടെ അമ്മ പറയാണ്, അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം, മുകളിൽ ഇരിക്കുകയാണ് ഞങ്ങളുടെ ഡ്രസ്സും സാധനങ്ങളും ഒക്കെ, അതെടുത്തിട്ട് വരാം, മോൻ ഇവിടെ നിൽക്കുക എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതിയുടെ അമ്മ മുകളിലേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ആദിക്കുട്ടൻ ഇങ്ങനെ ആകെ വിഷമിച്ചിങ്ങനെ നിൽക്കുകയാണ്. കാരണം ശ്രുതിക്ക് അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ആകെ വിഷമത്തിലായിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ സച്ചി അടുത്ത് എന്നിട്ട് നമ്മുടെ ആദിയോട് ചോദിക്കുകയാണ്, മോനെന്താടെ മിണ്ടാണ്ട് നിൽക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഒന്നും മിണ്ടാണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ആദിയോട് നമ്മുടെ സച്ചി പറയണം, നിന്നെ അങ്ങനെ മിണ്ടിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സച്ചി എടുക്കുകയാണ്. എടുത്തിങ്ങനെ ഇടുപ്പിൽ തട്ടി വെച്ചിട്ട് ഇക്കളാക്കി കൊടുക്കുകയാണ് പുള്ളിക്കാരൻ. എന്നിട്ട് പറയണത് അപ്പോഴത്തേക്ക് ചിരിക്കടാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇക്കളാക്കി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ആദ്യം ഇങ്ങനെ ഭയങ്കരമായിട്ട് പൊട്ടി അങ്ങ് ചിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്തിന് രേവതിക്ക് ഭയങ്കര സന്തോഷമാവുകയാണ്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ ആദിയുടെ അമ്മൂമ്മ ഇറങ്ങി വരികയാണ്. എന്നിട്ട് എല്ലാവരോടും യാത്ര പറയുകയാണ്. എന്നിട്ട് ആദിയും കൊണ്ട് പോവുകയാണ്. അങ്ങനെ അവർ പോയി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതിയാണെങ്കിൽ ആകെ വല്ലാത്തൊരവസ്ഥയിലാവുകയാണ്. ശ്രുതിക്ക് നല്ല സങ്കടം വരികയാണ്. അങ്ങനെ അവർ പോയതിൻ്റെ പിന്നാലെ നമ്മുടെ ശ്രുതി അങ്ങോട്ട് ഇറങ്ങുകയാണ്. നേരെ സിറ്റ് ഔട്ടിൻ്റെ അവിടേക്ക് ചെല്ലുമ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതിയും അതുപോലെ ചന്ദ്രമതി
ചന്ദ്രമതിയും അങ്ങോട്ടേക്ക് വരികയാണ്. അപ്പോൾ അവർ ചോദിക്കുകയാണ്, എന്താ ശ്രുതി, നീ എന്താ ഇവിടെ വന്ന് നിൽക്കുന്നത്? അല്ല അല്ല ആൻറ്റി, ഞാനും കൂടി അങ്ങ് പോയാൽ എന്താണെന്ന് ആലോചിക്കാം. എന്താ ഇപ്പം തന്നെ പോകാൻ തോന്നാൻ? അതല്ല ആൻറ്റി, പാർലറിലേക്ക് നല്ല തിരക്കുണ്ട്, അതുകൊണ്ടാണ് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് ശ്രുതി പറയുകയാണ്, നോക്ക് നോക്ക്, ആ രേവതി കൂട്ടിക്കൊണ്ടുവന്ന ആളുകളില്ലേ, രേവതിക്കൊക്കെ ഉള്ള സംസ്കാരം കണക്ക് തന്നെയാണ്. നോക്ക്, ആ കുട്ടി കുറച്ച് ഓവറാണ് എന്നിങ്ങനെ പറയുന്നത്. ശ്രുതിയായിട്ടാണ് പറയുന്നത്. ആ കുട്ടി കുറച്ച് ഓവറാണ്, മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണമെന്ന് പോലും ആ കുട്ടിക്ക് അറിയില്ല, ഒരു മാനേഴ്സ് ഇല്ലാത്ത കുട്ടി എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോൾ ശ്രുതിക്ക് വല്ലാണ്ടാവുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ചന്ദ്രമതി പറയുകയാണ്, ഹോ അതെങ്ങനെ മാനേഴ്സ് ഉണ്ടാവും, കൂട്ടിക്കൊണ്ട് വന്നതും അങ്ങനെയുള്ളവളല്ലേ, അവക്കുള്ള പരിചയത്തിലുള്ളവരല്ലേ, അപ്പം ഇത്രയൊക്കെ മാനേഴ്സ് പ്രതീക്ഷിച്ചാൽ മതി. അതുമാത്രമല്ല, നോക്ക്, ആ കുട്ടിയെ പഠിപ്പിച്ചിട്ടിരിക്കുന്നത് കണ്ടില്ലേ, പിന്നെ സ്ത്രീകളെയല്ല ആൻറ്റി എന്നും പുരുഷന്മാരെയല്ല അങ്കിൾ എന്ന് വിളിക്കണമെന്ന്. അങ്ങനെ വിളിച്ചുകൊണ്ട് ചെല്ലുമ്പോഴുണ്ടല്ലോ മറ്റുള്ളവർക്ക് കുട്ടിയോടൊരു ദയവ് തോന്നും. അങ്ങനെ എന്തെങ്കിലും കൊടുത്താൽ അത്രേ ആവുമല്ലോ, അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ പഠിപ്പിച്ചിട്ടിരിക്കുന്നത്. ആ കൊച്ചിനെ കണ്ടാൽ തന്നെ അറിയാം അതൊരു തെരുവ് കുട്ടിയാണെന്ന്. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ശ്രുതിക്ക് വല്ലാതെ വിഷമം തോന്നുകയാണ്. അങ്ങനെ ശ്രുതി പറയണേ, ആൻറ്റി എന്തായാലും ഞാനിനി ഇവിടെ നിൽക്കുന്നില്ല, ഞാൻ പോയിട്ട് വരാം ആൻറ്റി, കാരണം എനിക്ക് പാർലറിൽ ഇപ്പോൾ നല്ല തിരക്കുണ്ട്, മീര വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയണം. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്രമതി പറയണം, അങ്ങനെയാണെങ്കിൽ മോള് ചെല്ല്, അല്ലെങ്കിൽ തന്നെ ഈ കൂട്ടങ്ങളെയൊക്കെ മുന്നിൽ നിൽക്കാത്തത് എന്നാ നല്ലത്, മോള് ചെല്ല് എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ നമ്മുടെ ശ്രുതി പോവുകയാണ്. ആ സമയത്തുണ്ടല്ലോ നമ്മുടെ ആദിയും അമ്മുമ്മയും കൂടി ഇങ്ങനെ ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ ശ്രുതി അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. ശ്രുതി അങ്ങോട്ടേക്ക് ചെല്ലുന്ന സമയത്തിന് തന്നെ നമ്മുടെ അമ്മൂമ്മയും ആദി ഇങ്ങനെ നിൽക്കുന്നു. ശ്രുതി വീണ്ടും നടന്ന് അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. അവരുടെ അടുത്ത് ചെല്ലുമ്പോൾ ആദിക്കുട്ടൻ നല്ല സങ്കടത്തിലാണ്. അപ്പോൾ നമ്മുടെ ശ്രുതി ചോദിക്കുകയാണ്, ആദി എന്താ ആദി നീ മിണ്ടാതെ നിൽക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ, വേണ്ട, ഞാൻ ആൻറ്റിയോട് പിണക്കുക, ആൻറ്റി അത്രയും ആളുകളെ മുമ്പ് വെച്ച് എന്നെ അറിയില്ലെന്ന് പറഞ്ഞില്ലേ, എന്തിനാ ആൻറ്റി എങ്ങനെ പറഞ്ഞത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഇങ്ങനെ നമ്മുടെ ശ്രുതി കുഞ്ഞിൻ്റെ താടിയിലൊക്കെ ഇങ്ങനെ പിടിക്കുകയാണ്. എന്നിട്ട് പറയണം, മോനെ, ആൻറ്റി അങ്ങനെ വെറുതെ പറഞ്ഞതല്ലേ, മോൻ്റെ പിണക്കം മാറ്റാനായിട്ട് ആൻറ്റി ഒരു കൂട്ടം കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ചോക്ലേറ്റ് എടുത്ത് കൊടുക്കുകയാണ് കുട്ടിയുടെ കയ്യിൽ. എന്നിട്ട് പറയണേ, കണ്ടില്ലേ ഇത് മോനെ ഇഷ്ടമുള്ള ചോക്ലേറ്റ് ഉണ്ട്, മോൻ കഴിക്കേ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ ആദി അത് വാങ്ങിച്ചിട്ട് ഇങ്ങനെ കഴിക്കുകയാണ്. അപ്പോൾ ആ സമയത്തിന് അമ്മയോട് പറയണം, അമ്മേ ഒരു കാര്യമുണ്ട്, ഇനി അമ്മ ഈ നാട്ടിലേക്ക് വരരുത്, ഒരിക്കലും വരരുത്, ഈ നാട്ടിൽ വരരുത് എന്ന് മാത്രമല്ല രേവതിയെയോ സച്ചിയെയോ ഫോണിൽ പോലും കോണ്ടാക്റ്റ് ചെയ്യരുത്, അമ്മയായിട്ട് എൻ്റെ ജീവിതം ഇനി നശിപ്പിക്കരുത്. പിന്നെ അമ്മയ്ക്ക് എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അതൊക്കെ അങ്ങോട്ടേക്ക് അയച്ചു തരാം, പൈസ ആയാലും എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും എന്നെ വിളിച്ചൊന്ന് അറിയിച്ചാൽ മതി, പിന്നെ വിവാഹത്തിന് മുമ്പേ എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ടേക്ക് വന്നോളാം, ഈ ദയവ് ചെയ്ത് ഇനി ഇങ്ങോട്ടൊന്നും വരരുത്, എൻ്റെ ജീവിതം നശിപ്പിക്കരുത് എന്നിങ്ങനെ പറയണം. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് അമ്മ ചോദിക്കണം, എൻ്റെ കല്യാണി, നീ ഇങ്ങനെ എത്ര നാൾ പേടിച്ച് കഴിയും, ഇങ്ങനെ പേടിച്ച് എങ്ങനെ നിനക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റും എന്ന് ചോദിക്കണം. അപ്പോൾ അത് കേൾക്കുമ്പോൾ നമ്മുടെ ശ്രുതിക്ക് ദേഷ്യം വരികയാണ്. ശ്രുതി പറയാണ്, എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, എല്ലാം അങ്ങോട്ടേക്ക് ചെന്ന് വെട്ടി തുറന്നങ്ങ് പറഞ്ഞേക്കാം, എന്നിട്ട് ഞാൻ നിങ്ങളെ കൂടെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നിരിക്കാം, എന്നിട്ട് പറമ്പിലോ പാടത്തോ വയലിലോ എവിടെയെന്ന് വെച്ചാൽ പോയി പണിയെടുത്ത് നിങ്ങൾക്കൊപ്പം ഞാൻ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം, എന്താ നിങ്ങൾക്ക് സമാധാനമാവോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ അമ്മ ചോദിക്കുകയാണ്, എൻ്റെ കല്യാണി, അതുകൊണ്ടൊന്നും അല്ല മോളെ ഞാൻ ഈ പറയുന്നത്, ഇങ്ങനെ പേടിച്ചും ഭയന്നും ഒരിക്കലും ജീവിതം സന്തോഷമായിട്ട് മുന്നിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല, അതുകൊണ്ടാണെന്ന് പറയണം. അപ്പോൾ നമ്മുടെ ശ്രുതി പറയണേ, ആ കാര്യമൊന്നും നിങ്ങൾ കൂടുതൽ ചിന്തിക്കേണ്ട, എനിക്ക് എന്തായാലും എന്നെ ശല്യപ്പെടുത്താനായിട്ട് ഇങ്ങോട്ട് വരരുത് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ആ സമയത്തിന് അമ്മ പറയുകയാണ്, ഇല്ല മോളെ, ഇനി നിനക്ക് ശല്യമായിട്ട് ഞങ്ങൾ വരത്തില്ല എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ശ്രുതി പറയുകയാണ്, ഇനി എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ എന്നെ അറിയിച്ചാൽ മതി. ഇതെല്ലാം കേട്ടിട്ട് രണ്ട് കണ്ണുകൾ ഇങ്ങനെ നിൽക്കുകയാണ്, രണ്ട് കണ്ണുകൾ ഇതെല്ലാം കണ്ടും കേട്ടും ഇങ്ങനെ നിൽക്കുകയാണ്. അത് മറ്റാരുമല്ല, ഒരിക്കൽ നമ്മുടെ ശ്രുതിയുടെ അടുത്ത് വീട്ടിൽ വന്നിട്ട്, ശ്രുതിയൊക്കെ താമസിക്കുന്ന സ്ഥലത്ത് വന്നിട്ട് ശ്രുതിയുമായിട്ട് ഒരു മോശം ബന്ധത്തിനായിട്ട് ഒരു വൃത്തികേട് പറയുന്ന ആ ഒരു സമയത്ത് നമ്മുടെ ശ്രുതിക്കരണം പുകച്ച് ഒരെണ്ണം ഇട്ട് കൊടുത്ത ഒരാളുണ്ട്. പുള്ളിയുടെ പേര് നിർമ്മൽ അങ്ങനെ എന്താണ്ട് ആണെന്നോ തോന്നുന്നു. അതായത് പാർലറിൽ നമ്മുടെ ശ്രുതിയുടെ സ്ഥിരം ഒരു കസ്റ്റമർ, ഒരു മാഡമുണ്ട്, ആ മാഡത്തിൻ്റെ മാനേജറാണ് ഈ പുള്ളിക്കാരൻ്റെ പേര് നിർമ്മൽ എന്നാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഒരിക്കൽ ശ്രുതി വീട്ടിൽ വരുന്ന സമയത്ത് ഈ പുള്ളിക്കാരൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ശ്രുതിയെക്കുറിച്ച്, ഇവക്ക് ജോലി മസാജ്
മസാജ് എന്നൊക്കെ പറഞ്ഞിട്ട് അനാവശ്യം പറയുന്ന സമയത്ത് നമ്മുടെ സുധി നല്ല ചെപ്പക്കുറ്റിക്കിട്ട് ഒരെണ്ണം ഇയാൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആ പകയിലാണ് ഈ പറയുന്ന പുള്ളിക്കാരൻ നടക്കുന്നത്. അങ്ങനെ പുള്ളിക്കാരൻ മനസ്സിൽ വിചാരിക്കുകയാണ്, എന്തായാലും പുള്ളിക്കാരൻ ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയാണ്, ഇവർ സംസാരിക്കുന്നതെല്ലാം. അപ്പോൾ പുള്ളിക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലാവുകയാണ്. അങ്ങനെ പുള്ളി മനസ്സിൽ പറയുകയാണ്, എന്തായാലും ഇന്ന് ഞാൻ ഇവളുടെ കള്ളി വെളിച്ചത്ത് കൊണ്ടുവരും, ഇവളും അവനും തമ്മിലുള്ള കല്യാണം നടക്കുന്നത് ഞാനൊന്ന് കാണിച്ചു തന്നേക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി ഇങ്ങനെ ചിന്തിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം നമ്മുടെ ചന്ദ്രാലയത്തിലാണെങ്കിൽ നമ്മുടെ ചന്ദ്രമതി മാറി നിൽക്കുകയാണ്. ബാക്കിയുള്ള എല്ലാവരും പൂജാമുറിയിലാണ്, എല്ലാവരും പ്രാർത്ഥിക്കുകയാണ്. അച്ചമ്മ പ്രാർത്ഥിക്കുകയാണ്. അച്ചമ്മ എന്നിട്ട് രേവതിയോട് പറയുകയാണ്, മോളെ രേവതി, ഇനി നിങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കണം, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കല്ലുകടി ഉണ്ടാവാൻ പാടില്ല എന്നൊക്കെ പറയുകയാണ്. സച്ചിയോട് പറയുകയാണ്, ഇനിയും ചടങ്ങുകൾ ഒരുപാടുണ്ട് ജീവിതത്തിൽ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ സച്ചി പറയുകയാണ്, എന്താ അച്ചമ്മേ, ഇതിപ്പോൾ താലി കെട്ടിയില്ലേ, ഇനി എന്താ, ഇനി വീണ്ടും ഞാൻ ഇനി ഇവളെ കല്യാണം കഴിക്കണോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ അച്ചമ്മ പറയണേ, എടാ മണ്ട, ഇവളെ ഇനി കല്യാണം കഴിക്കണമെന്നല്ല പറയുന്നത്, ഇനിയും ചടങ്ങുകളെന്ന് ഉദ്ദേശിച്ചതേ അടുത്ത വർഷം ഇതേ സമയത്ത് ഇവക്കൊരു കുഞ്ഞ് ജനിക്കുക. അപ്പോൾ ആ കുഞ്ഞിൻ്റെ പിറന്നാളായി, നൂലുകെട്ടായി, ചോറൂണായി, അതെല്ലാം ചടങ്ങുകളല്ലേടാ, അതാ ഉദ്ദേശിച്ചത് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ സച്ചിക്ക് നാണം വരികയാണ്. സച്ചി ഇങ്ങനെ രേവതിയെ നോക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് അച്ചമ്മ പറയണം, ദേ സച്ചി, ഒരു കാര്യം പറഞ്ഞേക്കാം, അടുത്ത വർഷം ഈ സമയത്ത് ഇവളൊരു ഉണ്ണിക്കണ്ണനെ ഞങ്ങൾക്ക് തന്നിരിക്കണം എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ രേവതിയും സച്ചി ഇങ്ങനെ പരസ്പരം മുഖത്ത് നോക്കി ഇങ്ങനെ ചമ്മിയൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ അതിനുശേഷം പിന്നെ കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ എന്താ പറയുന്നത്, നമ്മുടെ അമ്മയും അതുപോലെ നമ്മുടെ ആദി അമ്മൂമ്മയും കൂടി ഇങ്ങനെ നിൽക്കുകയാണ്. ബസ് വരികയാണ്. ബസ് വരുമ്പോഴത്തേക്കും നമ്മുടെ ആദി അമ്മൂമ്മയും കൂടി ആ ബസ്സിൽ കയറുകയാണ്. ആ സമയത്തിന് തന്നെ നമ്മുടെ പുള്ളിക്കാരൻ നിർമ്മലെന്നോ അങ്ങനെ എന്താണ്ടല്ലേ ഞാൻ പേര് പറഞ്ഞത്, ആ പുള്ളിക്കാരനോട് വണ്ടിയിൽ ഓടിക്കയറുന്നു. അങ്ങനെ നമ്മുടെ അമ്മൂമ്മ ബസ്സിന് ടിക്കറ്റ് എടുക്കുകയാണ്. കുമാരപുരത്ത് ഇറങ്ങണം എന്ന് പറഞ്ഞ് ടിക്കറ്റ് എടുക്കുമ്പോൾ ഈ പുള്ളിക്കാരൻ അത് കേട്ടിട്ട് കുമാരപുരത്തേക്ക് അയാളും ടിക്കറ്റ് എടുക്കുകയാണ്. അതേസമയത്ത് നമ്മുടെ രവീന്ദ്രനും അമ്മയും കൂടി ഇങ്ങനെ ഇരിക്കുന്ന സമയത്തിന് നമ്മുടെ നമ്മുടെ കലാവതി അമ്മ പറയണ, മോനെ രവി, എന്തായാലും ആ പെൺകുട്ടിയെ പറ്റി കുറച്ചുകൂടി ഒന്ന് അന്വേഷിച്ചിട്ടൊക്കെ വിവാഹബന്ധമായിട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവൾ വരുന്ന സമയത്ത് അവൾ നല്ല ഹാപ്പി ആയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവളുടെ മൂഡൊക്കെ അങ്ങ് മാറി, വല്ലാത്തൊരവസ്ഥയിൽ അവൾ ഇരിക്കുന്നതായിട്ട് എനിക്ക് തോന്നി. നിനക്കെന്താ അങ്ങനെ തോന്നിയോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ രവി പറയണേ, ഇല്ല അമ്മേ, എനിക്കങ്ങനെ പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. എടാ എന്നാൽ എനിക്ക് തോന്നി, എന്തായാലും അവളെക്കുറിച്ചൊന്നുകൂടെ ഒന്ന് അന്വേഷിക്കുമോനെ, അത് നന്നായിരിക്കും എന്ന് പറയുകയാണ്. അപ്പോൾ രവീന്ദ്രൻ പറയണേ, വേണ്ടമ്മേ, ഇനി അവളെക്കുറിച്ച് അന്വേഷിക്കേണ്ട കാര്യമൊന്നുമില്ല, ചന്ദ്രയും അവനും കൂടി കണ്ടുപിടിച്ച ബന്ധമല്ലേ, അവർ രണ്ടുപേരും നന്നായിട്ട് അന്വേഷിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്, പിന്നെ ഞാൻ എന്തിനാ അതിൻ്റെ ഇടയിലിട്ട് കയറുന്നത് എന്നിങ്ങനെ പറയുന്നത്. അപ്പോൾ ചന്ദ്രമതി പറയണേ, എങ്കിൽ എന്തെങ്കിലും ആവട്ടെ, കാണാനൊന്നും അവൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷേ എന്താ അവളുടെ പെരുമാറ്റത്തിൽ എന്തോ പോലെ എന്നിങ്ങനെ അച്ചമ്മ പറയുകയാണ്. അപ്പോൾ നമ്മുടെ രവീന്ദ്രൻ പറയണേ, അമ്മേ, അവൾ കാണാൻ കുഴപ്പമൊന്നുമില്ല, നല്ല കുട്ടി തന്നെ, പിന്നെ നമ്മുടെ രേവതിയോളം വരില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് അതിനെക്കുറിച്ചൊന്നും കൂടുതൽ അന്വേഷിക്കേണ്ട, ആ ബന്ധം അങ്ങനെ അങ്ങ് പോട്ടെ എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ രവീന്ദ്രൻ. പിന്നെ അതിന് ശേഷമെന്ന് വെച്ചാൽ നമ്മുടെ സച്ചിക്കുട്ടൻ വണ്ടിയിലിരുന്ന് ഉറങ്ങുകയാണ്. അങ്ങനെ ഇവരിങ്ങനെ കുറേ ദൂരം ഇങ്ങനെ വണ്ടി ഇങ്ങനെ ഓടി ഇങ്ങനെ പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതിനുശേഷം ഇങ്ങനെ ഒരു സ്റ്റോപ്പ് എത്തുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ കണ്ടക്ടർ വിളിച്ച് പറയുകയാണ്, കുമാരപുരം എത്തി, ഇറങ്ങാൻ പറയുകയാണ്. അങ്ങനെ നമ്മുടെ ആദിയെ വിളിച്ചുണർത്തുകയാണ് ആദിയുടെ അമ്മൂമ്മ. അതിനുശേഷം ആദിയും കൊണ്ട് അമ്മൂമ്മ ഇങ്ങനെ ബസ് ഇറങ്ങി അങ്ങോട്ട് പോവുകയാണ്. അപ്പോഴത്തേക്ക് ഈ പറയുന്ന പുള്ളിക്കാരൻ്റെ നമ്മുടെ ശ്രുതിയുടെ കള്ളത്തരം കണ്ടുപിടിക്കാനായിട്ട് ഇറങ്ങി തിരിച്ച പുള്ളിക്കാരൻ വണ്ടിയിലിരുന്ന് ഉറങ്ങിപ്പോവുകയാണ്. അങ്ങനെ നമ്മുടെ കണ്ടക്ടർ ചെന്നിട്ട് ഇങ്ങനെ തട്ടി വിളിക്കുകയാണ്, ഡേ എണീക്ക്, നിങ്ങൾ കുമാരപുരത്തേക്കല്ലേ ടിക്കറ്റ് എടുത്തിരിക്കുന്നത്, ഇറങ്ങ് എന്നും പറഞ്ഞിട്ട് വിളിക്കുകയാണ്. അങ്ങനെ ആ പുള്ളിക്കാരൻ ഇറങ്ങിയിട്ട് നോക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ്, എന്തിയെ അവർ പോയത് എങ്ങോട്ടാണെന്ന് അറിയാൻ വയ്യ. നോക്കുമ്പോഴത്തേക്ക് കാണുകയാണ് ആദ്യം അമ്മൂമ്മയും കൂടി നടന്നു പോകുന്നത് കാണുകയാണ്. അങ്ങനെ അയാൾ അവരെ പിന്നാലെ ഇങ്ങനെ നടന്ന് നീങ്ങുകയാണ്. അതോടുകൂടി ഇന്നത്തെ ചെമ്പനീർ പൂവ് എന്ന സീരിയലിൻ്റെ ഈ സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ കഴിയുകയാണ്. സോറി, എന്തൊക്കെയാണോ എന്താ പറയുന്നത്, ആകെ കിളി പോയി. അങ്ങനെ എപ്പിസോഡ് ഇവിടെ കഴിയുകയാണ്. എല്ലാവർക്കും ചെമ്പനീർ പൂവ് എപ്പിസോഡ് ഇന്ന് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് തരണം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ. നമ്മുടെ ചാനൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും മറ്റും നിങ്ങളൊന്ന് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മുഴുവനായി നിങ്ങൾ കമൻറ്റ് ചെയ്തേക്കണം. എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും എല്ലാം നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. നിങ്ങളുടെ കമൻ്റ് ആയിരിക്കും എനിക്ക് കൂടുതൽ വീഡിയോ നന്നാക്കി കൊണ്ടുപോകാനും, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതൊക്കെ
തിരുത്തി കൊണ്ടുപോകാനുള്ളൊരു ഊർജ്ജം കിട്ടുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ കമൻറ്റ് വഴിയാണ്. അതുപോലെ എന്താ നിങ്ങളെല്ലാവരും ഇപ്പോഴും വീണ്ടും ഞാൻ പറയുകയാണ്, ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഇങ്ങനെ പതുങ്ങിയിരിക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. അപ്പോൾ ഇനി എന്താ മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ടും പ്രൊമോ വീഡിയോയുമായിട്ടും ഞാൻ ഉടനെ വരാം. അതുവരെ എല്ലാവർക്കും ബായ്.